സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദേവസ്വം വിജിലൻസ് കണ്ടെത്തലിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. അധിക സ്വർണം ഉപയോഗിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിന്റെ അനുമതി തേടി. ഒരു പെൺകുട്ടിയുടെ കല്യാണം നടത്താൻ ബാക്കി വന്ന സ്വർണം ഉപയോഗിക്കാൻ അനുവദിക്കണമെന്ന് ഇമെയിൽ വഴി ഒരു അപേക്ഷയും കൊടുത്തു. സ്വർണ്ണപ്പാളിയുടെ പണി പൂർത്തിയാക്കിയ ശേഷം സ്വർണം ബാക്കി വന്നുവെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇമെയിൽ പറഞ്ഞിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണം മാറ്റിയതാണോ എന്നുള്ള ഒരു സംശയമാണ് ഈ വിജിലൻസ് റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അനുമാനിക്കാൻ കഴിയുന്നത്. അതിലേറ്റവും പ്രധാനം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 2019 കൈമാറിയത് സ്വർണ്ണപ്പാളി തന്നെ എന്നുള്ളതാണ് ഈ വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. 1 കിലോ 1.56 കിലോഗ്രാം തൂക്കം സ്വർണം നൽകിയ സമയത്ത് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു ഇമെയിൽ സന്ദേശം അന്ന് പത്മകുമാറിന് അയച്ചിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി 2019 പത്മകുമാറിന് അയച്ച ഇമെയിൽ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ പറയുന്നത് ഈ ഒരു സ്വർണ്ണപ്പാളിയുടെ പണി പൂർത്തിയാക്കിയ ശേഷം സ്വർണം മിച്ചം വന്നു എന്നുള്ളത് പറയുന്നുണ്ട്. പിന്നീട് അതൊരു പെൺകുട്ടിയുടെ വിവാഹം നടത്താൻ ഈ മിച്ചം വന്ന സ്വർണം ഉപയോഗിക്കാൻ അനുവദിക്കണം എന്നുള്ള ഒരു അപേക്ഷ വേണം എന്നുള്ളത് കൂടിയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. 2019 ഡിസംബർ 17 ഈ ഒരു സന്ദേശത്തിന് ഈ ദേവസ്വം സെക്രട്ടറി മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇനി അടുത്ത മണിക്കൂറുകളിൽ തന്നെ വരുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായിട്ടും ഈ കേസിൽ കൂടുതൽ അതിന്റെ ഒരു ദുരൂഹത ഉയർന്നു വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് കോടതി 6 ആഴ്ചയ്ക്കുള്ളിൽ ഇതിന്റെ ഒരു അന്തിമമായിട്ടുള്ള ഒരു അന്വേഷണം, വിശദമായിട്ടുള്ള ഒരു അന്വേഷണം പൂർത്തിയാക്കണം എന്നുള്ളതും ഇതിനോടകം തന്നെ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ 2019 ദ്വാരപാലക ഫോട്ടോയുമായി നിലവിലെ ദ്വാരപാലക പാളി താരതമ്യം ചെയ്യാനുള്ള ഒരു അനുമതി കൂടി ഹൈക്കോടതി നൽകിയിട്ടുണ്ട്.